ഭയങ്കര ഭംഗിയുള്ള ചെടിയാ. ഭയങ്കര ഭംഗിയുള്ളൊരു ഇത് നാടൻ ചെടി സിംഗിൾ ഗ്രാഫ്റ്റ് ചെയ്താൽ ഭയങ്കര ഭംഗിയാ. കുറച്ച് ഇത് കൊടുത്തിരുന്നു ഞാൻ. എന്റെ പൂ പോലെ ഇരിക്കും. അത് ക്രിസ്റ്റീന. നിങ്ങൾ നോക്കി നോക്കിയാൽ ഭയങ്കര ഒരു വൈറ്റ് ഡോട്ട്സ് ആണ്. അല്ല, ഒരേ സ്പീഷീസിലുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊരു മോറിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. നിറച്ച് പൂക്കണതാണ്. മോറിസ് ബ്യൂട്ടി അല്ലേ? ഹൈബ്രിഡ് വെറൈറ്റീസ് മാത്രമല്ല, ഹൈബ്രിഡ് മാത്രമേ ഉള്ളൂ. എല്ലാം നല്ല ബുഷ് ആയിട്ട് നല്ല തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റ്. സൺറൈസ് വൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് പൂക്കണ ചെടിയാണ്. അതെ, എത്ര നാൾ വരെ പൂക്കും ഈ സംഭവം? അല്ല, വെയിലുണ്ടായപ്പോ പൂക്കും. സംഭവം ചില്ലിയല്ലോ, പഴയൊരു വെറൈറ്റിയാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗി, നമുക്കൊരു പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. ഹവായ് വൈറ്റിന്റെ ചെടിയാണ്. ഹവായ് വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. ശരിക്കും ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് അപ്പുറമുള്ള മേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മേലൂരിലെ തെക്കൻസ് ബോഗൻവില്ല ഫാമിലാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ വന്നത്. നമ്മുടെ ബെന്യണ്ണാണ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. ഒരു ഗംഭീര ഫാം സെറ്റപ്പ് ആണ് ബോഗൻവില്ലാസിൻ്റെ. മൾട്ടി കളേഴ്സും അതുപോലെ തന്നെ പല പല ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ഒരു ഫാമാണ്. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ഫാമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അധികം വലിച്ചു കിട്ടാണ്ട് നേരെ നമുക്ക് നമ്മുടെ ബെന്യൻ്റെ ഫാം കാഴ്ചകളിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ബെന്യേട്ടൻ്റെ തെക്കൻസ് ബോഗൻവില്ല കളക്ഷൻ ദേ ഈ കാണുന്ന സെറ്റപ്പാണ് കേട്ടോ. നിങ്ങളെ ഞെട്ടിച്ചിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ബെന്യേട്ടൻ്റെ ഇവിടെ ചെടികളൊക്കെ തലോടി നിൽക്കുന്നുണ്ട്. ബെന്യേട്ട നമസ്കാരം. ഭയങ്കര വിസ്മയമാണല്ലോ, ചെടികളുടെ ഗംഭീര സെറ്റപ്പാണല്ലോ. നമ്മുടെ സ്ഥലം വരുന്നത് മേലൂരല്ലേ? മേലൂര് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞത് ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഇതുകളാണ് കേട്ടോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബെന്യേട്ടനെ കുറിച്ച് അറിയുന്നത് ഇപ്പോഴാണ്. പക്ഷെ ഇന്ന് നമ്മൾ വന്നത് ലേറ്റ് ആയി പോയി. അതായത് ഒരുപാട് കളക്ഷൻസ് ഈ ബ്ലാങ്ക് ആയി കിടക്കുന്ന സ്ഥലങ്ങൾ മൊത്തം ചെടികളെ കൊണ്ട് തിങ്ങിഞ്ഞിരിങ്ങിയിരിക്കുന്ന ഒരു സ്പേസ് ആയിരുന്നു കേട്ടോ. അത് മൊത്തം ഇന്ന് കാലിലേക്ക് കളഞ്ഞിട്ടുണ്ട് ആള്. എന്നാൽ കൂടിയും ആളുടെ കയ്യിൽ ഒരുപാട് മദർ പ്ലാന്റ്സിന്റെ വെറൈറ്റി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ബെന്യേട്ട അധികം വലിച്ചു നീട്ടിലാണ് നമുക്ക് കുറെ കളക്ഷൻസ് ആയിട്ട് പരിചയപ്പെട്ട് തുടങ്ങിയാലോ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇതൊരു മോറിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. നിറച്ച് പൂക്കണതാണ്. മോറിസ് ബ്യൂട്ടി അല്ലേ? ഹൈബ്രിഡ് വെറൈറ്റീസ് മാത്രമല്ല, എല്ലാം നല്ല ബുഷ് ആയിട്ട് നല്ല തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്. നല്ല ഡിമാൻഡാണ്. നമ്മുടെ തൈകൾ കൊടുക്കാനുണ്ടോ? എല്ലാം കഴിഞ്ഞു അല്ലേ? ഞാൻ ആവശ്യത്തിന് ചോദിച്ചിട്ട് പോലും പലതും ബെന്യാന്റെ കയ്യിൽ ഇല്ല കേട്ടാ. പിന്നെ ഇത് ഏതാണ്? സൺറൈസ് വൈറ്റ്. സൺറൈസ് വൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് പൂക്കണ ചെടിയാണ്. അതെ, എത്ര നാൾ വരെ പൂക്കും ഈ സംഭവം? അല്ല, വെയിലുണ്ടായപ്പോ പൂക്കും. കൂടുതൽ ഫ്ലവറിംഗ് ഉള്ള ഒരു ചെടികളിൽ ഏറ്റവും ഫ്ലവറിംഗ് ഉള്ള ചെടിയാണല്ലോ. ഇതെല്ലാം 16 പോട്ടിലല്ലേ മദർ പ്ലാന്റ്സ് എല്ലാം തന്നെ ബെന്യേട്ടൻ നല്ല വലിയ സൈസുള്ള പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് ഈ ഒരു വെറൈറ്റി ഏതാ? ക്രിസ്റ്റീന. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ക്രിസ്റ്റീന എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതിന്റെ ഒരു വെരിഗേഷൻ പോലെ ഉണ്ടല്ലോ ഫ്ലവർ കുഴപ്പമില്ല. നല്ലൊരു ഭംഗിയിലെങ്കിലും നല്ല പൂക്കളാണ്. ഒരു പാണ്ടൻ ലുക്ക് അല്ലേ? ഒരു റെഡും പിങ്കും ഒക്കെ കൂടിയുള്ള ഒരു തരം ഡോട്ട്സ് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. കുഴപ്പമില്ല, നല്ല ചെടിയാണ്. പിന്നെ ഇത് ഏതാണ്? ഈ ഒരു ക്രീപ്പ് പോലെ കയറ്റിയത് പർപ്പിൾ ക്യൂൺ എന്ന് പറഞ്ഞുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അടിപൊളിയായിട്ട് ബുഷായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പൂ ഇങ്ങനെ ഇതാണ് ഒറിജിനൽ കളർ വരുന്നത്. ഈ ഒരു സെക്ഷനൊക്കെ കൊഴിയാറായി നിൽക്കുന്നുണ്ട്. അതെ അല്ലേ? ഓക്കെ, ഇതൊക്കെ എത്ര വർഷത്തെ പ്ലാന്റുകളാണ്? അതൊക്കെ 3-5 വർഷമായി ചെയ്യുന്ന പരിപാടിയാണ്. അതെ അല്ലേ? ഓക്കെ ഓക്കെ, കട്ടിങ്സ് എടുത്തിട്ടാണ് ബെന്യേട്ടൻ നമുക്ക് സെയിൽ ചെയ്യുന്നിട്ടാ. പിന്നെ ഇത് ഏത് വെറൈറ്റി? ദീ ഇരിക്കുന്ന സാധനം ചില്ലിയല്ലോ, ഒരു പഴയ വെറൈറ്റി ആണ്. ചില്ലിയല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഇതൊരു പുതിയ വെറൈറ്റി. ബ്രിസാറെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് കണ്ടതല്ല? നല്ല മൂവിംഗ് ഉള്ളതാണ്. നല്ല മൂവിംഗ് ഉള്ള അടിപൊളി വെറൈറ്റി ആണ്. ഇത് എത്ര നാളായിട്ട് ഈ വെറൈറ്റി ഇറങ്ങിയിട്ട്? ഏകദേശം 2-3 വർഷമായിട്ടുള്ളൂ. നിറച്ച് പൂക്കുന്നത്. കൊണ്ടുപോകുന്നവന് ധൈര്യമായിട്ട് അടുത്ത പോലെ നല്ല ചെടിയാണ്. അടിപൊളി ആൾക്കാര് ചോദിക്കുന്ന ചെടിയാണ്. നല്ല വെറൈറ്റി. ഒരുപാട് തൈ കൊടുത്തിരുന്നു. അതെ അല്ലേ? ഇത് സംഭവം ചില്ലിയല്ലോ, പഴയൊരു വെറൈറ്റിയാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗി, നമുക്കൊരു പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണല്ലോ. ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് ചില്ലിയല്ലോ എന്ന് പറയുന്നത്. എല്ലാം തന്നെ ഹൈബ്രിഡ് ആണ്. ഇതിന്റെ ഒക്കെ സെയിലുണ്ടോ? ഇപ്പില്ല. കൊറേ വെറൈറ്റീസ് ഒന്നും സെയിലിനില്ല. നമ്മൾ വീഡിയോയിൽ വില പറയുന്നില്ല കേട്ടാ. നമുക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ബെന്യാന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആഷ് വൈറ്റിന്റെ ലീഫിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. അതല്ലേ? ഓക്കെ ഓക്കെ. ഒരു വെറൈറ്റി ഫ്ലവർ ആണ് കേട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അടിപൊളി വെറൈറ്റി ആണ്. ഇതിന്റെ ഒന്നും കൊടുക്കാനായിട്ടില്ല. ഇത് പഴയ ഒരു വെറൈറ്റി. പൂനെ വൈറ്റ് അല്ലേ? പഴയ വെറൈറ്റിയാണ്. ഓക്കെ, പക്ഷെ എങ്കിൽ കൂടിയും ഇത് മദർ പ്ലാന്റ് ആണ്. നല്ലോണം ബുഷ് ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നോക്കി നോക്കിയാൽ അതെ അല്ലേ? ഇത് എന്നാലും കൂടി നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിന്റെ ഫ്ലവർ നല്ല നീളത്തിൽ 10 വർഷം പഴക്കമുള്ള ചെടിയാണ്. വലിപ്പമുള്ള പൂ അല്ലേ? അതെ അതെ, നല്ല തിക്കായുള്ള ഫ്ലവർ ആണ്. ഇത് യെല്ലോ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞുള്ള ഒരു വെറൈറ്റി ആണ്. പഴയ വെറൈറ്റിയാണ്.
യെല്ലോ ബട്ടർഫ്ലൈ നല്ല നിറച്ച് ഭംഗി. പൂവുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതിയൊരു വെറൈറ്റി ആണ് കേട്ടോ, കാരണം ഞാൻ ഇതൊന്നും ഇത്തിരി കണ്ടിട്ടില്ല. പഴക്കമുള്ള മോഡലാണ് ഇത്. അതെ അല്ലേ, ഓക്കെ ഓക്കെ. ഹൈബ്രിഡ് ഇറങ്ങിയ സമയത്ത് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടാ. ഇതേത് വെറൈറ്റി? തായ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. തായ് ഡിലൈറ്റ് ഇതിന്റെ ഒന്നും ഇല്ല തൈ? ഇല്ലില്ല. തായ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഇതിന്റെ ഒരു പിരിപിരിന്നനെ ഇരിക്കണല്ലേ, നിറച്ച് പൂവ് വരും അതില്. പിരിപിരിന്നനെ ഇരിക്കുന്ന ഒരു പൂവാണ് കേട്ടോ. ഇത് കട്ടിങ്സ് ഒരു അല്ലെങ്കിൽ നിറച്ചുണ്ടായി പൂവില്. അതെ അല്ലേ, കുഴപ്പമില്ല കുഴപ്പമില്ല, ഭംഗിയുണ്ട്. ഇതിന്റെ രണ്ട് വെറൈറ്റി, രണ്ട് പ്ലാന്റ് ഉണ്ടല്ലോ. 2 പ്ലാന്റ് ഉണ്ട്. ഇതിന്റെ പിങ്ക് വരൂലേ. അതെ അല്ലേ, ഓക്കെ. ഇതൊന്നും നമ്മുടെ കയ്യിൽ സെയിലിനുള്ള പ്ലാന്റ് അല്ല, നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് മദർ പ്ലാന്റ് ആണ്. പിന്നീട് ഇതേതാ? ഇത് ഹവായ് വൈറ്റിന്റെ ചെടിയാണ്. ഹവായ് വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. മദർ പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞത്. ഇത് ബ്ലൂ ഐസ്. ബ്ലൂ ഐസ് നിറച്ചും പൂവുണ്ടാവും കേട്ടോ. ഫ്ലവറിംഗ് ആയി വരണല്ലോ അല്ലേ? കട്ടിങ്സ് കൂടുതലെടുത്തോണ്ടാണ് ഇത് ആഗസ്റ്റിന് ശേഷം എടുത്ത പൂവ്. ഇതൊക്കെ വെരിഗേറ്റഡ് ലീഫാണ്. ഇതിന് ചെറിയൊരു യെല്ലോയിഷ് ഉണ്ട്, ഇതിന് ചെറിയൊരു ഡാർക്ക് ഗ്രീൻ കോംബോ വൈറ്റിലാണ് വരുന്നത്. ഇതൊക്കെ പണ്ടത്തെ വെറൈറ്റി അല്ലേ? അതിന്റെ കൂടെ തന്നെ വന്ന അതിന്റെ വെറൈറ്റി പൂന പിങ്ക് എന്ന് പറഞ്ഞതാണ്. കട്ടിങ്സ് എടുത്ത് ആഗസ്റ്റിന് ശേഷം എടുത്തിട്ടുണ്ടെങ്കിൽ പൂടത്തിന് വൈകും. അതല്ല, ഇതേത് മെയിനായിട്ട് നല്ല ചില്ലി റെഡിന്റെ ഒരു മദർ പ്ലാന്റ് ആണ്. ചില്ലി റെഡിന്റെ മദർ പ്ലാന്റ് ആണല്ലേ, ഓക്കെ. ഈ കാണുന്നതോ? അത് ഫയർ ഓപ്പൽ ഓറഞ്ച്. ഫയർ ഓപ്പൽ എന്ന് പറഞ്ഞ ഫയർ ഓപ്പൽ അതൊക്കെ ഒരു 5 കൊല്ലം പഴക്കമുള്ള ചെടികളാ. അല്ല, മോഡലാണ്. മോഡലല്ല. ഓക്കെ ഓക്കെ. എന്തായാലും നല്ല ഭംഗിയുണ്ട്, കത്തി നിൽക്കുന്ന ഒരു കളർ അല്ലേ? അല്ല, ആദ്യം വാങ്ങാൻ വരുന്ന ഒരു വാങ്ങുന്ന കളർ അതൊക്കെയാണ്. അതാണല്ലേ, ഓക്കെ ഓക്കെ. ഇത് ബ്രിസ പിങ്ക്. പിങ്ക്. ഇതിന്റെ പേരുകൾ പഠിക്കണമെങ്കിൽ തന്നെ ബെന്യാന് ഇതായി ഉണ്ടാവും അല്ലേ? ഉപജീവന മാർഗം അല്ലേ? അതെ. ഇത് നിറച്ച് പൂക്കൂട്ടാ. കട്ടിങ്സ് കൊണ്ടാണ് ഇത്ര ഇല്ലാത്തത്. നിറച്ച് പൂവുണ്ടാവും. ബെന്യാണ്ടയില് നല്ല റേറ്റ് കുറവിന് പ്ലാന്റ് കിട്ടൂട്ടാ. നമ്മൾ പേഴ്സണലി ബെന്യാന്റെ അടുത്ത് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. നല്ല റേറ്റ് കുറവില് പ്ലാന്റ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒക്കെ സെയിലായി കഴിഞ്ഞു അല്ലെ? ആളുടെ ഒരു വീഡിയോ വന്നായിരുന്നു, അതിൽ തന്നെ ഒരുവിധം പ്ലാന്റുകളൊക്കെ സെയിലായി പോയിരുന്നു പുള്ളിയുടെ. ഇതേത് പിന്നേട്ടാ? ഏതാ ഈ കാണുന്ന കളറ്? അത് റൂബി റെഡ് ആണ്. റൂബി റെഡ് ആണല്ലേ? കളർ വേരിയേഷൻ വരും ടൈം വരുമ്പോഴേ. അതെ, ഒരു ബീട്രൂട്ട് കളർ പോലത്തെ ഇത് തന്നെയാണ് സാധനം. ഈ ഒരു കാണുന്ന പ്ലാന്റ് അല്ലേ? ഓക്കെ ഓക്കെ. ഇതൊക്കെ വലിയ മദർ പ്ലാന്റ് ആണ്. ഇത് മൊണോലിസ യെല്ലോ എന്ന് പറയും. ഏതാ? മൊണോലിസ യെല്ലോ. മൊണോലിസ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, സൂപ്പർ വെറൈറ്റി. ടാങ്ലോങ് റെഡ്. ഓ, അത് ഈ ഇങ്ങനെ പൂർണ്ണമായി വിരിയാത്ത നിറച്ച് പൂത്താൻ നല്ല ഭംഗിയാണ്. അതല്ലേ, നല്ല വെറൈറ്റി ആണ് കേട്ടോ. ആൾക്കാർ ഇത് മേടിക്കാറുള്ള ചെടിയാണ് അതൊക്കെ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ എല്ലാം കൂടി മൾട്ടിഗ്രാഫ്റ്റ് നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ വേറെ വേരിയേഷനൊക്കെ. ബെന്യേട്ടന് ഇവിടെ മൾട്ടിഗ്രാഫ്റ്റിംഗിന്റെ പരിപാടി നമ്മൾ പറയുന്ന കളറിൽ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തില്ലേ? അതിനൊരു ടൈം മാത്രം ടൈം വേണം. നമുക്ക് പെട്ടെന്ന് പിന്നെ ചെടി വൃത്തിയായി കൊടുക്കാൻ പറ്റും. ഒന്ന് 2 പ്രൂണിംഗ്. മൾട്ടിഗ്രാഫ്റ്റിംഗിന്റെ ഏറ്റവും ചെറിയ പ്ലാന്റിന്റെ ഒരു റേറ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ പറ്റുമോ? ഏറ്റവും ചെറുത്, ഏറ്റവും കുറഞ്ഞത്? അങ്ങനെയല്ല, അങ്ങനെയല്ല. ചെടി നന്നായി വരും. അതിനൊരു ബുഷ്നെസ് അനുസരിച്ചിട്ടാണ് റേറ്റ് പറയുള്ളത്. ഇതേത് വെറൈറ്റി? ഇത് സൂഫിയാൻ ഇന്ത്യയാണെന്ന് പറയും. പൂവില്ല, പൂവാവണുള്ളൂ. കാരണം കട്ടിങ്സ് എടുത്തിട്ടേ. വേറെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഏതാ? ഇത് ഡെൽറ്റ പേപ്പർ കട്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. കട്ട് ചെയ്താലേ പറയുന്നത്. ഞാൻ നോക്കണം, ഗൂഗിളിൽ നോക്കണം എന്താ ഐഡിയ. ഞങ്ങൾ ഇത് നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ അന്ന് ഞാനും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. നല്ല വെറൈറ്റി ആണ്. ഐഡി ചെക്ക് ചെയ്യാൻ നല്ല ഒരു വെരിഗേറ്റഡ് ആണ്. അതന്നെ, നല്ല വെരിഗേറ്റഡിൽ തന്നെ ലീഫ് ടൈപ്സ് പല വെറൈറ്റി ഉണ്ടല്ലേ? ഇതേതാണ് ഈ സംഭവം? ഇത് തിന്മ എന്ന് പറഞ്ഞ തിന്മ. ഇതില് 2 കളർ വരും, വെള്ള വരും. അതല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. കുറച്ചാളായിട്ട് മനുഷ്യന് ദോഷമില്ല അതിലുള്ള പ്ലാന്റ് കുറച്ചാളായിട്ട്. ഇത് ചില്ലി പിങ്ക്. ചില്ലി പിങ്ക് നോർമൽ കാണുന്ന ഒരു കളർ അല്ല കേട്ടോ. ചില്ലി പിങ്ക് കോമൺ കളർ, പക്ഷെ നിറച്ച് പൂവുണ്ടാവുന്ന ചെടിയാണ്. ഇതൊക്കെ കട്ടിങ്സ് എടുത്ത ഹൈബ്രിഡ് ആണല്ലോ, കംപ്ലീറ്റ് ഹൈബ്രിഡ് മാത്രമേ ഉള്ളൂ. ഇത് നല്ല രസമുണ്ടല്ലോ. പിന്നീട് ഏതാ ഈ കാണുന്ന സാധനം? ഇത് സൺഷൈൻ, ഗോൾഡൻ സൺഷൈൻ എന്ന് പറയും. ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പൂവുണ്ടാവും. നല്ലോണം ബുഷ് ആയിട്ടല്ലേ? ഞാൻ കട്ടിങ്സ് ഒക്കെ എടുത്താൽ ഒരു സുഖമായിട്ട് മാറ്റി വെച്ചതാ. അതല്ലേ. ഇത് നമ്മൾ നേരത്തെ അവിടെ സ്ലീപ്പിംഗ് ബ്യൂട്ടി. സ്ലീപ്പിംഗ് നമ്മൾ കണ്ടായിരുന്നത്? ഇല്ല, അത് അവിടെ നിൽക്കുന്നത്. മദർ പ്ലാന്റ് ആണ്. ബ്യൂട്ടി എന്ന് പറഞ്ഞുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടി. അടിപൊളി അല്ലേ? ഇതൊക്കെ പിന്നീട് കളക്ട് ചെയ്തിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ഒരു 10-12 വർഷമായിട്ടുള്ള കളക്ഷനാണ്. വർഷമായി ഉണ്ടാവും അല്ലേ? ഇത് ബ്ലൂബെറി ഐസ്. ബ്ലൂബെറി ഐസ്.
ഓക്കെ, അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ. നല്ല ഇതിനൊരു പ്രത്യേക കളറാണല്ലോ നല്ല കളർ. അതിന്റെ ലീഫ് മൾട്ടിഗ്രാഫ്റ്റിന് ഏറ്റവും കൂടുതൽ ആകർഷണം കൊടുക്കുന്ന സാധനമാണ്. അതെല്ലേ. ഇപ്പൊ നമ്മൾ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വെരിഗേറ്റഡും നോർമൽ ഇപ്പൊ നമ്മൾ ഫയറോപ്പാലൊക്കെ കൂടി മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാത്തിലും മാച്ച് ആവുന്ന ഒരു കളറാണ്. ബെന്നിയേട്ടൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തിരുന്നു, എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞതാണ്, നമ്മൾ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നാടൻ പ്ലാന്റിൽ ഒരിക്കലും നാടൻ പ്ലാന്റ് തന്നെ വെച്ചിട്ട് മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തിട്ട് അത് നന്നാവില്ല എന്ന് പറയുന്നത് പൂക്കളുടെ എണ്ണം കിട്ടില്ല എന്നാണോ? അത്ര നന്നാവില്ല. അതാണ് സംഭവം. ഗ്രോത്ത് ഉള്ളൊക്കെ അല്ലേ. പിന്നെ നാടൻ ചെടിക്ക് പൂ കുറവല്ലേ പൊതുവെ. പൂ കുറവായിരിക്കും. ഇത് ചില്ലി ഓറഞ്ച് കേട്ടോ. ചില്ലി ഓറഞ്ച് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മള് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ മുള്ളുള്ള വെറൈറ്റീസ് ഉണ്ട് അല്ലേ? മുള്ളുള്ളതുണ്ട്, ചെറിയ രീതിയിൽ മുള്ള സൺറൈസിമൊന്നും ഉണ്ടാവില്ല. അതെ. ഓക്കെ. ഇത് ഡെൽറ്റ ഓറഞ്ച് എന്ന് പറയും. ഡെൽറ്റ ഓറഞ്ച് അല്ലേ. ഓക്കെ ഓക്കെ. നല്ലോണം ബുഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ നോക്കി നോക്കിയാൽ ഫുള്ളി ആയിട്ട് നിങ്ങൾ നോക്കിയാൽ അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. അതിന് തന്നെയാണ് ഡെൽറ്റ യെല്ലോ. ഡെൽറ്റ യെല്ലോ ഇത് കൊഴിയാറായി നിൽക്കുന്ന കുറച്ചും കൂടിയും ആൾക്കാർ എപ്പോഴും കൊണ്ടുവന്ന ചെടിയാണത്. അതല്ലേ. ഓക്കെ ഓക്കെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ ഏതാ പിന്നേട്ടാ? ഫോക്സ് ടെയിൽ റെഡ്. ഫോക്സ് ടെയിൽ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ. കുറുക്കന്റെ വാല് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിറച്ച് പൂക്കത്. ഇതൊക്കെ സിംഗിൾ പ്ലാന്റ് ഉള്ളതുകൊണ്ടല്ലേ പിന്നീട്? ഇത് മദർ പ്ലാന്റ് വേറെ ഉണ്ട്. മദർ പ്ലാന്റ് വേറെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇതൊന്നും സെയിൽ ചെയ്യില്ല ചേട്ടാ. കട്ടിങ്സിനൊക്കെ ഉള്ളതാണ്. ഓക്കെ. ഇതാണ് മഹാറാണി. മഹാറാണി ലേറ്റസ്റ്റ് ആണ്. ഒരു ഓൾമോസ്റ്റ് 1 വർഷം 2 വർഷം ആയിട്ടുള്ളൂ അല്ലേ. ഓക്കെ. ഇവിടെ പിങ്ക് പാച്ച്. പിങ്ക് പാച്ച്. ഓക്കെ. ഇത് പുതിയൊരാളാണ്. വെരിഗേറ്ററിൽ ഇപ്പൊ കുറെ സാധനങ്ങൾ ഒരുപാടുണ്ട്. ഈ വർഷം തന്നെ കുറെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതൊരു ബോൺസൈ പോലെ ബ്ലൂബെറീസ് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. എനിക്കൊരു പറമ്പ് വൃത്തിയാക്കി പെട്ടിയതാ. നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമുക്കൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതം അല്ലേ പിന്നീട്ടാ? അതൊരു പേരാണത്. പകുതി നശിച്ചു പോയതാണ്. ഈ വർഷം തുടങ്ങി പോയതാ എന്റെ. ഇത് കുറച്ച് കട്ടിങ്സ് വലിയ ചെടിയായിരുന്നു. നോക്കി നോക്കിയാൽ മൊത്തം ഫ്ലവറും ആയാണ്ട്. ഇതില് മറ്റേ ഇത് റൂബി റെഡ് ഭയങ്കര ഭംഗിയാണല്ലോ പിന്നീട്. റൂബി റെഡ് കളർ വേരിയേഷൻ വരും. നല്ല വേരിയേഷൻ ആണ് കേട്ടോ. അതായത് വെയിൽ വരുന്നോറാണോ അതിന്റെ പഴക്കനുസരിച്ച് കളർ മാറും. വ്യത്യാസം കണ്ടാ? അവിടെ നിൽക്കുന്നില്ലേ? അതെ അതെ. അതിൽ നിന്ന് മാറി വേറെ കളറല്ലേ? അവസാനത്തിന്റെ അതെ. ഓക്കെ ഓക്കെ. ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. അല്ല അതിന്റെ ഒരു ഭംഗിയുണ്ടോ? അതിന്റെ ഉള്ളിലൊരു വേറൊരു കുഞ്ഞൊരു അതാണ് ശരിക്കും പൂ നമ്മൾ പഠിക്കുമ്പോ കാണുന്നത്. ഇത് മറ്റേ ഷഡ്പദങ്ങളെ ആകർഷിക്കാനായിട്ട് പ്രകൃതിയുടെ ഒരു ഇതാണെന്ന് പറയുന്നത്. അത് ഇതിന്റെ മിക്കൊന്നും കൊഴിഞ്ഞു തുടങ്ങിയില്ലേ? ഇതാണ് ശരിക്കും പൂ എന്ന് പറയുന്നത്. എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് കേട്ടോ. ഇതാണ് മറ്റേ ആകർഷിക്കാൻ വേണ്ടിട്ട്, പരാഗണത്തിന് വേണ്ടി ആകർഷിക്കാൻ വേണ്ടിട്ടുള്ള പഠിച്ചപ്പോ കണ്ടിട്ടുള്ളത്. നല്ല ഹൈറ്റിൽ നിൽക്കണ ഈ പ്ലാന്റുകളൊക്കെ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അടിപൊളിയുണ്ട്. ഇതൊക്കെ ഏത് പിന്നീട്ടാ ഈ സംഭവം? അതൊക്കെ ഫ്ലെയിം റെഡ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാണ്. നാടൻ ചെടിയും കട്ടിങ്സിന് വേണ്ടിയിട്ട് എക്സ്പെൻസീവ് ആയ പ്ലാന്റ് ആണ്. ഏറ്റവും എല്ലാത്തിനും മൾട്ടിക്കൊക്കെ വരും. അപ്പൊ കട്ടിങ്സ് ഇടാൻ വേണ്ടി നാടൻ ചെടിയും നമുക്ക് ലാവിഷായിട്ട് കട്ടിങ്സ് കിട്ടും. പിന്നെ ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടി നേരത്തെ കണ്ടത് തന്നെയാണ്. അത്യാവശ്യം പൂക്കളുണ്ട്. ഇത് നാടൻ ചെടിയുമ്പോ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. നിറച്ച് പൂക്കള്. അടിപൊളിയായിട്ട് നിൽക്കുന്നത്. സുവർണ എന്ന് പറയും. സുവർണ. ഓക്കെ. ഇതൊരു വെറൈറ്റി ആണല്ലോ. ഞാൻ നാളെ പേര് പറയുമ്പോൾ മാറിപ്പോയി. ഞാൻ പേര് പറഞ്ഞ എന്തോ ഫോക്സ് ടെയിൽ അല്ലോ പറഞ്ഞത്. സുവർണ എന്നാണ് അതിന്റെ റിയൽ നെയിം ഇട്ടാ. അതായത് പിന്നീട് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മള് ഇത് വേണ്ടിട്ട് കട്ടിങ്സിന് വേണ്ടിട്ട് ഉണ്ടാക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ നല്ലോണം കട്ടിങ്സ് വേണ്ടത് കിട്ടും. ഇത് ഇതാണ് സക്കൂറയാണത്. സക്കൂറ അല്ലേ? ഇത് ബ്ലൂബെറീസിന്റെ. അപ്പൊ നമുക്ക് കട്ടിങ്സിൽ ആവശ്യമായിട്ട് കിട്ടും. ഹൈബ്രിഡ് ഇതൊക്കെ ചില്ലി ഐസ്ക്രീം ചെടിയുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്താണ്. ചില്ലി ഐസ്ക്രീം അല്ലേ? ഓക്കെ. ഇതാണ് ചില്ലി. അതൊരു വൈറ്റും പിങ്കും നല്ല ഭംഗിയുള്ള പോവാ. ഓക്കെ. ഇതൊക്കെ ലോക്കലായി കിട്ടിയ കമ്പുകളാ മുളപ്പിച്ചത്. പക്ഷെ ഇങ്ങനത്തെ കമ്പ് കിട്ടണം നമുക്ക്. ഗ്രാഫ്റ്റ് ചെയ്ത് പഠിക്കണമെങ്കിൽ ഇങ്ങനത്തെ കമ്പ് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര. കട്ടിങ്സ് വേണ്ടി വളർത്തുന്നതാണ്. ഇത് ഏത് വെറൈറ്റി വൈറ്റ്? ഇത് സൺറൈസ്. നമ്മൾ കണ്ടില്ല അവിടെ ആ സംഭവം. പിന്നെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ പണ്ടത്തെ ഒരു ലോക്കൽ വെറൈറ്റി പോലെ തോന്നുമെങ്കിലും പക്ഷെ വ്യത്യാസങ്ങൾ നോക്കി അറിയാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ്. ഇതിന്റെ ഉള്ളിൽ തന്നെ നോക്കിയാൽ ഹവായിയുടെ 2 വെറൈറ്റി ഉണ്ടല്ലേ? 2-3 ഉണ്ട്. പിന്നെ ഇതുണ്ട്. ഇത് നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്യണ്ട. ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരുന്നിട്ട് പിന്നീട്
ഇതിൽ 3 വെറൈറ്റി ആണ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇൻക്രീസ് അടിക്കൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ചെടിയെ വളർച്ച കുറയും. കട്ടിങ് ചെടി ഇതിപ്പോ നോക്കണ്ടേ, കട്ടി ഇത് നിറയെ നില മുട്ടുന്നത്. ഞാൻ കട്ടിങ് ചെയ്തിട്ട് അങ്ങനെ ആയതാ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വരാൻ ലേറ്റ് ആയി പോയി എന്നുള്ളത് മാത്രമാണ് ഏക വിഷമം. കാരണം ഗ്രാഫ്റ്റ് ചെയ്ത പല ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ നില മുട്ടുന്നത്. നില ഇങ്ങനെ മുട്ടും. ആ സമയത്ത് കട്ട് ചെയ്ത് പിന്നീട്ടെ കട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഓവറായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നീട്ട് കവറിൽ പിടിപ്പിക്കുന്ന പരിപാടി ഒന്നും ഇല്ല കേട്ടോ. ചെറിയ ചെറിയ കുഞ്ഞ ചട്ടികളിലാണ് സെറ്റ് ചെയ്യാറില്ല കംപ്ലീറ്റ്. കവറിലാണല്ലേ, പിന്നെ ചട്ടിക്ക് മാറ്റാൻ ഓരോ വളർച്ച സ്റ്റേജ്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ നേരിട്ട് വലിയ നന്നാവില്ല. ഓക്കെ, ഞാൻ ബെന്യാണ്ടേന്ന് 1-2 ചെടികളൊക്കെ വാങ്ങുന്നുണ്ട്. ബ്രിസ പീച്ച് ഇതല്ലേ? ഓക്കെ, ബ്രിസ പീച്ച് അടിപൊളിയാണ്. ഇതിന്റെ ലീഫിന്റെ കളർ എങ്ങനെയാണ്? അല്ലല്ല, ഇത് മഴ കൊണ്ട് ചെടി കേട് വന്ന് രക്ഷപ്പെടുത്തി എടുക്കുന്നതാണ്. അതിന് പറ്റിയതാണ്. പക്ഷേ ഈ കളർ ഭംഗിയുണ്ട്. പിന്നെ അതിന് മഗ്നീഷ്യത്തിന്റെ കുറെ സാൾട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കേട് വന്നു രക്ഷപ്പെടുത്തി എടുത്താണ് അത്. ഓക്കെ ഓക്കെ, പൂവിന് പോലും ചെടിയൊക്കെ സെറ്റ് ആയി തുടങ്ങിയില്ല ഏകദേശം. ഇവരുണ്ട് പച്ചയാണിത്. ഇത് മഴയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല, എന്റെ ശ്രദ്ധ കുറവുകൊണ്ട് പറ്റില്ല. ഓക്കെ ഓക്കെ ഓക്കെ, മിനിമം മദർ പ്ലാന്റുകൾക്ക് ഈ ഒരു 15 പോട്ട് വേണമല്ലേ? വേണം. ഇതിന് വലിയ ചട്ടിക്കൊന്നും മാറ്റേണ്ട കാര്യമില്ല. കട്ടിങ്സ് എടുക്കണം ചെയ്യുമ്പോൾ. സൺറൈസിന്റെ വേറൊരു പ്ലാന്റ്, സൺറൈസ് വൈറ്റ് ആണ് കേട്ടോ. ഇത് ഫ്ലെയിം റെഡ്, ഒരു നാടൻ ചെടിയിൽ ചെയ്ത ഒരു വെറൈറ്റി ഇതാണ് കേട്ടോ. ഫ്ലെയിം റെഡ് മാത്രം ചെയ്താണ്. ഇതിന്ന് ബെന്യേട്ടൻ എന്റെ അടുത്ത് വന്നപ്പോ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, നമുക്ക് ഇതിന്ന് ഒരുവിധപ്പെട്ട സൈസ് ചെടികൾ കളക്ട് ചെയ്യാന്ന് പറഞ്ഞു. അതായത് വെച്ച് പിടിപ്പിക്കാനായിട്ട് ഒരുവിധം ചെടികൾ ഇതിൽ തന്നെ കിട്ടും എന്ന് പറഞ്ഞു അല്ലേ? പിന്നെ കിട്ടും. ഇത് 2-3 പ്രാവശ്യം അതിന്റെ കട്ടിങ്സ് എടുക്കാം. ഇതിന്ന് അത്യാവശ്യം നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് കട്ടിങ് നടക്കും. 3-4 പ്രാവശ്യം കട്ട് ചെയ്തെടുക്കാം. വലിയ ചെടി. ഇത് 24 ഇഞ്ചിന്റെ പോട്ടാണല്ലേ? 20 ഇഞ്ചിന്റെ 20 ഇഞ്ചിന്റെ പോട്ടാണ് കേട്ടോ. ഒരു നാടൻ ചെടിയാണ്. ഇതൊരു 3 വർഷം മുമ്പ് ചെയ്താണ് ഞാൻ. അതല്ലേ? ഓക്കെ ഓക്കെ. ഈ ഒരു കമ്പ് എത്ര വർഷം പഴക്കമുണ്ടാവും ഏകദേശം? ഈ വെച്ച് പിടിപ്പിച്ച കമ്പ് അതിനൊരു 5-10 വർഷം പഴക്കമുള്ള ചെടിയാണ്. ഒരാൾ തന്നതാണ് അത്. ഓക്കെ ഓക്കെ. ഇത് ചെടി വേരോട് കൂടി കൊണ്ടാണോ അല്ലെങ്കിൽ വേര് കുറച്ചൊക്കെ പോയി ചച്ചിക്ക് കുറച്ച് വേര് പിടിച്ചു കിട്ടും. അതല്ലേ? അത് വേരോണ്ട്. ഇത് ട്രൈ കളർ എന്ന് പറയും. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര ഭംഗിയുള്ള ചെടിയാ. ഭയങ്കര ഭംഗിയുള്ളൊരു ഇത് നാടൻ ചെടി സിംഗിൾ ഗ്രാഫ്റ്റ് ചെയ്താൽ ഭയങ്കര ഭംഗിയാ. കുറച്ച് ഇത് കൊടുത്തിരുന്നു ഞാൻ. ഭയങ്കര ഭംഗിയുള്ള വെറൈറ്റി ആണ് കേട്ടോ. ഇത് റെഡ് സെപ്റ്റംബർ എന്ന് പറയും. ഇത് നമ്മൾ ഫസ്റ്റ് അവിടെ കണ്ടതാണോ? അല്ലല്ല, അതിന്റെ പൂ പോലെ ഇരിക്കും. അത് ക്രിസ്റ്റീന. ഇത് നിറച്ച് പൂക്കളാ. അടിപൊളി വെറൈറ്റി ആണ്. ഇത് മിസ് വേൾഡ്. മിസ് വേൾഡ് അല്ലേ? കൊള്ളാല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ ഭംഗിയില്ലാത്തായിട്ട് ഒന്നുമില്ല കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ്. നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ സെയിം സ്പീഷീസിലുള്ളതാണ് മിസ് ഹോളണ്ട്. മിസ് പോളണ്ട്. ഹോളണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിന് നിങ്ങൾ നോക്കി നോക്കിയാൽ ഭയങ്കര ഒരു വൈറ്റ് ഡോട്ട്സ് ആണ്. റിലേറ്റീവ്സ് ആണ് ഇവര്. അതല്ലേ? ബന്ധുക്കളാണ്. അല്ല, ഒരേ സ്പീഷീസിലുള്ളതാണ്. അതല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എന്റെ ബെന്യാന്റെ അടുത്തൊരു കാര്യം ചോദിക്കാണ്ട്, ഇവിടെ ഫയർ ഓപ്പാലിന് വലിയൊരു പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇതുണ്ട്, ചില്ലി ഐസ്ക്രീം ഉണ്ട്. അത് നമ്മൾ നേരത്തെ അവിടെ ഇവിടെ കണ്ടിരുന്നു. ഈ ഒരു പ്ലാന്റ് ഭംഗിയുണ്ടല്ലോ പിന്നെ ഈ സംഭവം. അതിനൊരു വേരുമ ഗ്രാഫ്റ്റ് ചെയ്തതാ. ഇത് എനിക്ക് ഒരാൾ തന്നതാണ്. ഇതൊക്കെ ബോൺസായി ആക്കിയില്ല ശരിക്കും? ഇതൊരു വേരാണ്. അപ്പൊ അതുമ്പോ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അതല്ല, നല്ല ഭംഗിയുണ്ട് ചെയ്തുള്ളൂ. എനിക്ക് വീടിനടുത്ത് ഒരാൾ തന്നതാണ്. പറമ്പ് വൃത്തിയാക്കിയപ്പോഴേ. അല്ല, വെച്ച് പിടിപ്പിച്ച് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഒറ്റ വെറൈറ്റി മാത്രമേ ഉള്ളൂ. ചെയ്തോളൂ. ചെയ്താ പിന്നെ കട്ടിങ്സ് കിട്ടും. ഈ കുറച്ച് മാറ്റി കളർ കൊടുക്കണം. ഇത് നമ്മുടെ ഹവായി വൈറ്റ് അല്ലേ? ഹവായി വൈറ്റ് നാടൻ ചെടിയുമ്പോ നാടൻ ചെടിയുമ്പോ ചെയ്ത് വെച്ചാൽ ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. അടിപൊളിയാണ് കേട്ടോ. ഇതിനൊക്കെ ഇനി കട്ട് ചെയ്ത് പിടിപ്പിക്കല്ലേ? കട്ടിങ്സിന്റെ ആളാണത്. നമ്മള് ചെടി കുറച്ച് പൈസ കൊടുത്ത് മേടിച്ചാലും നമുക്ക് ഇന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ഇതിന് പിന്നെ ഉണ്ടല്ലോ. പിന്നെ അങ്ങനെ നമ്മൾ തൈ ഉണ്ടാക്കണം. ഇവിടെ ഇങ്ങനെ വരുന്നവര് ഇങ്ങനെ കട്ടിങ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. സിമ്പിൾ ആയിട്ട് സംഭവം നല്ല ഭംഗിയുണ്ട്. ഇത് പിന്നെ പിന്നീട് ഇവിടെ ഇങ്ങനെ അദർണ അല്ലേ? ഓക്കെ. ഇതൊരു ഒറ്റ വെറൈറ്റി തന്നെയാണല്ലേ? ഇതിപ്പോ പല കളറായിട്ട് വരും. വീട്ടിലുണ്ട് മദർ പ്ലാന്റ്. ഓക്കെ ഓക്കെ, നല്ല ഭംഗിയുണ്ട് സംഭവം. ഈ ഒരു സൈസ് ഇതൊക്കെ കൊടുക്കാനുള്ള ഇതൊരാൾ വാങ്ങി വെച്ചത് മാർബിൾ വൈറ്റ് എന്ന് പറയും. മാർബിൾ വൈറ്റ് അല്ലേ? പൂവിന്റെ ഇത് ലീഫ് ഇങ്ങനെയല്ലേ? ഓക്കെ ഓക്കെ, മാർബിൾ വൈറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു വെറൈറ്റി ആണ്. പിന്നെ ഇവിടെ അല്ലറ ചില്ലറ അതൊക്കെ തിരുവായതാണ്. ഞാൻ സൈഡിൽ വെച്ചതല്ല, കഴിഞ്ഞു. എല്ലാം കൊടുത്തിരുന്നു. പിന്നെ പിന്നീട് ഇവിടെ ഫയർ ഓപ്പാല് ഭയങ്കര കളറായിട്ട് നിൽക്കണ്ടല്ലോ. സൈസിൽ നിൽക്കുന്നുണ്ട് ഒരു പ്ലാന്റ്. അതെ, മൾട്ടിക്ക് വെക്കാൻ നല്ലതാണ്. എല്ലാ വർഷവും 2 ഉണ്ടാക്കും. റൂബി റെഡ് ഒന്നും ചെയ്യാറില്ലേ മൾട്ടി ഗ്രാഫ്റ്റിംഗില്? ചെയ്യാറുണ്ടല്ലേ? ഓക്കെ, അടിപൊളി പ്ലാന്റ് ആണ് കേട്ടാ. പിന്നെ നിങ്ങൾ നോക്കി നോക്കിയാൽ ഈ ഒരു പ്ലാന്റ് ഒക്കെ നല്ല സൈസിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ചില്ലി പിങ്ക് ആണ്. അത് കട്ടിങ്സ് ഇട്ട് വെച്ചാണ്. ആട്ടുംകാട്ടാന്നുണ്ടല്ലോ പിന്നീട് മെയിനായിട്ടല്ല, നമ്മളെ ജൂൺ ജൂലൈയിലേ ഉള്ളൂ. പിന്നെ ഇതിപ്പോ നമുക്ക് പോട്ട് ചെയ്യേണ്ടത്, അത് റീപോർട്ട് ചെയ്യേണ്ടത് ഏത് ടൈമിലാണ്, ഏത് മാസമാണ്?
റീപോർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ തൈ വാങ്ങിയിട്ടാ തൈ വാങ്ങിയിട്ട് ചട്ടി ചെറുതാണെങ്കിൽ ചട്ടി മാറ്റാം, അല്ലെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ സീസൺ കഴിഞ്ഞു, ഈ സീസൺ കഴിഞ്ഞിട്ട് ഇനി അടുത്ത സീസൺ എപ്പോഴും നമ്മൾ ഇതിന്റെ പരിപാലനങ്ങൾ തുടങ്ങുന്നത്? അത് ഹാർഡ് പ്രൂണിങ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ജൂൺ ജൂലൈ മഴ സമയം ആകുമ്പോൾ അറുത്ത് വളരും. ഓക്കെ. അപ്പൊ അത് നന്നായി ഹാർഡ് പ്രൂൺ ചെയ്യാം, താത്തി കട്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ കടക്കുക, എന്നിട്ട് നമ്മൾ ആട്ടുങ്ങാട്ടോ ഉണങ്ങി ഇട്ടോളൂ. ഇപ്പൊ പച്ച ഒന്നും കോരി ഒഴിക്കരുത്, അത് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഒന്നുകൂടി വളരും അത്. പിന്നെ സോഫ്റ്റ് പ്രൂൺ ചെയ്യണം. ഏത് മാസത്തിലാ? അത് ഇപ്പൊ നമ്മൾ ജൂലൈയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഗസ്റ്റിലൊക്കെ സോഫ്റ്റ് പ്രൂൺ ചെയ്യാൻ സാധിച്ചു, ആഗസ്റ്റ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോ. പിന്നെ താത്തി വെട്ടത്, പിന്നെ ഡ്രസ്സിങ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുക, ഡ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെട്ടരുത്. പിന്നെ ഒരു ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ തുമ്പത്തൊക്കെ ചെറുതായി പൂവെന്ന് തുടങ്ങും. അത് കഴിഞ്ഞ് അപ്പൊ അത് ശേഷം പിന്നെ ചാണപ്പൊടി ഇടരുത്. പിന്നെ ഇല കൂടും. പിന്നെ NPK, എല്ലുപൊടി, കപ്പലി ഉണ്ടാക്കിയ വെള്ളം അങ്ങനെ കൊഴിക്കുക. NPK എന്ന് പറയുമ്പോൾ മാസത്തിൽ ഒരു തവണ ഇട്ടാൽ മതിട്ടാ, എപ്പോഴും കോരി ചെടി. ഫ്ലവർ തുടങ്ങുന്ന സീസണിലപ്പോ ഇതൊക്കെ ചെയ്തിട്ട് അത് നവംബർ മിഡൊക്കെ ആകുമ്പോ മഴയില്ലെങ്കിൽ ചെയ്തു തുടങ്ങുമല്ലോ. പിന്നെ അങ്ങോട്ട് ഒരു മാർച്ച്, ഒരു ഏപ്രിൽ മെയ് വരെ നല്ലോണം പോകുന്നുണ്ടാവും. NPK കൊടുക്കുമ്പോ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അതും വളരെ കുറഞ്ഞ എമൗണ്ടിൽ. ഒരു എത്ര മണി ഇട്ട് കൊടുക്കണം? ഒരു 10 മണി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കുഴപ്പമില്ല, അറിഞ്ഞോളാം. പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ പോട്ട് മിക്സ് കറക്റ്റ് ആയിരിക്കണം. അത് പൊട്ടി പറഞ്ഞാൽ നമ്മള് മണല് അല്ലെങ്കിൽ മണലില്ലെങ്കിൽ ഉമ്മി ഈക്വൽ റേഷ്യോയിൽ എടുക്കണം. പിന്നെ അതിന്റെ ഒരു ചെറിയൊരു പോർഷനിൽ ചാണപ്പൊടിയോ ആട്ടിൻകൊട്ടോ ചെറിയ മിക്സ് ചെയ്തിട്ട് എല്ലുപൊടിയാണ് ഉണ്ടെങ്കിൽ ചേർക്കാം. അങ്ങനെ വേണം ചെയ്യാം. അപ്പൊ വെള്ളം ഒഴിച്ചാൽ വെള്ളം വാർന്നിട്ട് പോകണം. അപ്പൊ വേലൊക്കെ ഓടുമ്പോൾ ചെടി നല്ല പൂവുണ്ടാവും. അപ്പൊ ഈ മഴക്കാലങ്ങളിൽ വെള്ളം പെയ്താൽ അത് ഇറങ്ങി പോകണം. മഴ പെയ്യുമ്പോൾ സാധനം മാറ്റി വെക്കണം, അതതിന്റെ ചെടി ലൈഫിന് നല്ലത്. അല്ലെങ്കിൽ ചെടി ഭംഗി വേലയൊക്കെ പോയി നേരത്തെ നമ്മൾ കണ്ട യെല്ലോയിഷിലേക്ക് പോലും മഞ്ഞളി പോലെ ആ ചെടി മഴ കൊണ്ട് അപ്പം ചീത്ത ചെടിയാണ്. ഓവർ സെൻസിറ്റീവായ കുറച്ച് പ്ലാന്റ്സുകളുണ്ട്. ബെന്യാട്ടിന് ഇതിന്റെ പരിപാടി മാത്രമല്ല, പ്ലാവ് ഗ്രാഫ്റ്റിംഗ്, മാവ് ഗ്രാഫ്റ്റിംഗിന്റെ പരിപാടി ഒക്കെ ഉണ്ട്. അതൊക്കെ സെയിലിനുള്ള പ്ലാന്റുകളാണ് ആയിരിക്കുന്നത്. പല വെറൈറ്റീസ് ഉണ്ട്. നാടൻ ചെടിമൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ മഴ പ്രശ്നമില്ല, കുഴപ്പമില്ല. അവര് പ്രതിരോധിക്കാനുള്ള സ്ട്രോങ് അല്ലേ. ഇപ്പൊ ഇതൊക്കെ നാടൻ ചെടിയുമ്പോൾ ചെയ്താണ്, മഴ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ വാങ്ങി വെച്ചാണ് പ്ലാന്റ് ആണ് ഒരു നഴ്സറിക്കാരായിട്ട്. പോട്ടി മിക്സ് നല്ലതായിരിക്കണം. അതാണ് എന്റെ ബേസിക് അടിത്തറ എന്ന് പറയുന്നത്. അത് നല്ലതല്ലെങ്കിൽ ഏത് NPK ഇട്ടും കാര്യമില്ല. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടുമ്പോൾ ചെടി അങ്ങനെ പുറത്തു പോകണം. ഹോളൊക്കെ ഒന്ന് വലുതാക്കി വേണം വെക്കാൻ. അടിയിൽ പോട്ടും കഷ്ണം ഒന്നും ഇടരുത്. മണ്ണ് പോയാൽ മണ്ണ് കുറച്ച് പോട്ടി ഇട്ട് കൊടുത്താൽ അതിനൊന്നും ഇടണ്ട. എന്റെ അറിവുകൊണ്ടാ പറയുന്നത്, പലർക്കും പല ഐഡിയാസ് ആയിരിക്കും. ഞാൻ പറയല്ലേ, വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് പോകണം. അത്യാവശ്യം നല്ല ഹോൾ ഇട്ട് കൊടുക്കാനാണ് പിന്നീട് മണ്ണ് ഒലിച്ചു പോയാൽ കുറച്ച് മണ്ണ് കുറച്ച് വിട്ട് കൊടുത്താൽ മതിയല്ലോ. പിന്നെ അപ്പൊ മണ്ണ് ഡ്രൈ ആയാലും ശരിക്കും പൂക്കൾ വരാനുള്ള ടെൻഡൻസി വരുള്ളൂ. ഹോള് കറക്റ്റ് അല്ല, പോട്ടി മിക്സ് അല്ലെങ്കിൽ പച്ചമണ്ണ് പോലെ കിടന്നുണ്ടെങ്കിൽ ചെടി തളിർക്കാനുള്ള ടെൻഡൻസി. അതാണ് എന്റെ ഒരു അനുഭവം. അങ്ങനെയാണ് പേഴ്സണലി ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. മറ്റുള്ളവർക്ക് അഭിപ്രായം അറിയണ്ടാവും. ഞാൻ എന്റെ അനുഭവം പറയണത്. ഇത് മൊത്തം 10-40 വെറൈറ്റികൾ ഉണ്ടാവില്ലേ? മൊത്തം ഉണ്ടാവും. 40 വെറൈറ്റീസ് ഉണ്ടല്ലോ, വേറെ വെറൈറ്റീസ് ഉണ്ട് വീട്ടില്. അപ്പോൾ ഇതൊക്കെ മദർ പ്ലാന്റ്സ് ആണ്. ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചൊക്കെ കംപ്ലീറ്റ് സെയിലായി പോയി. ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ബെന്യേട്ടൻ പറഞ്ഞു നിനക്ക് നിർഭാഗ്യവശാൽ സെയിലായി പോയി പ്ലാന്റുകൾ മൊത്തം. എനിക്ക് മേടിക്കാൻ പോലും കിട്ടിയില്ല പ്ലാന്റ്. വളരെ കുഞ്ഞു പ്ലാന്റുകൾ ചെറുതുകൾ. അതെ, അപ്പൊ എന്തായാലും അതൊക്കെ വീട്ടിൽ കീപ്പ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ എല്ലാം അടിപൊളിയാണ്. പിന്നെ ബെന്യേട്ടൻ അവിടെ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്ലാന്റുകൾ അതായത് അവിടെ മൂലയ്ക്ക് ഇരിക്കണ കാണാൻ പറ്റും. അതൊക്കെ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി വെച്ചാണ് പ്ലാന്റുകളല്ലേ? കളക്ട് ചെയ്തോണം. ഓക്കെ, ഇത് ബെന്യേട്ടന്റെ ഷെഡാണ് കേട്ടോ. അത് ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് സെറ്റ് ആക്കണ സെക്ഷൻ അല്ലേ ഇത്? ഒക്കെ അതല്ല, ആ ചാക്കിലൊക്കെ വെച്ചത് അതാണല്ലേ. ഉമ്മി എങ്ങനെയാണ് ഒരു കിലോന് എത്ര വരുന്നത്? അതല്ലേ. സംഭവം എന്തായാലും ഒരു രക്ഷയില്ലാട്ടെ. നമ്മളിവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വെറൈറ്റിയും വാങ്ങാൻ തോന്നും. നമ്മുടെ കയ്യിൽ പൈസയും വേണം, ആഗ്രഹവും വേണം, അല്ല പിന്നേട്ടാ കയ്യിൽ മെയിനായിട്ട് ആഗ്രഹം വേണം. കയ്യിൽ പൈസ ഉണ്ടായിട്ട് മാത്രമേ കാര്യമില്ല, കൊണ്ടുപോയിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് വെറുതെ വെച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വിസിറ്റ് ചെയ്യട്ടെ. നമ്മുടെ മേലൂർ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞത് മേലൂർ പള്ളിയടക്ക് എത്തിയാൽ മതി. ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും. ബോഗൻവില്ല ഫാം ഇവിടുത്തെ നാട്ടുകാർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ടത് കളക്ഷൻ കുറവാണ് കേട്ടോ. കളക്ഷൻ ഇവിടെ ഫുൾ ഉണ്ടായിരുന്നു, പോയതല്ല. കളക്ഷൻ കുറവാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഒരുവിധം കളക്ഷൻസ് ഒക്കെ ആൾക്കാർ കൊണ്ടുപോയി കഴിഞ്ഞു. നമ്മൾ വന്നതിന് ലൈറ്റായി വന്നതിന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ അടുത്ത സീസണിൽ എന്തായാലും അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പൊ പിന്നീട് നമ്മുടെ എല്ലാ പ്രശ്നവും കണ്ടൊരു ബൈ കൊടുത്തേ. ഒന്നും പറയാനില്ല. താങ്ക്സ്.